ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുന്നേ ഒരു പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് കിടന്ന റോഡിനെ വെട്ടിപ്പൊളിക്കുകയും നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത്. അതായത് ഈ റോഡിൻ്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡിൻ്റെ പ്രവൃത്തി തുടക്കം എന്ന് പറഞ്ഞാൽ 7/6/2022 ഇത് തുടങ്ങിയത്. ഈ പ്രവൃത്തി പൂർത്തീകരണം എന്ന് പറയുന്നത് 6/6/2023. ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 6/6/2023. ഇന്നിപ്പോൾ ഏകദേശം 1 വർഷം 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം ആയിരിക്കുകയാണ് ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, വളരെ വളരെ മോശമായിട്ട്. ഇതുപോലെ റോഡ് ഈ പഞ്ചായത്തിലോ ഈ വാർഡിലോ തന്നെ ഇല്ല. ഇവിടുത്തെ അധികാരികൾ കണ്ണ് തുറന്ന് കാണണം. ഈ 1-ാം വാർഡിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു നിസ്സഹായാവസ്ഥയെ അവർ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു 300ഓളം വീട്ടുകാർ ഈ സ്ഥലത്ത് താമസിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ മറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ അടിയന്തരമായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ റോഡുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെതിരെ ഇതിന് എന്തെങ്കിലും ഇത് നടപടി ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഇനിയും ഇവർ ശരിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നടന്നു പോലും പോകാൻ പറ്റാത്ത ഗതികേടാണ് ഇത് വർഷം കുറേ ഇങ്ങനെ ആയിട്ട്. ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. എന്താ കാര്യത്താണ് കൊണ്ടുവച്ചേക്കുന്നത്? ഒരു വണ്ടി വരുന്ന പോലെ കാണാൻ പറ്റത്തില്ല ഇവിടുന്നത്. ആ രീതിയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല, ആരും രംഗത്തും വരുന്നില്ല. മഴയൊക്കെ കഴിഞ്ഞാൽ നടന്നു പോലും പോകാൻ പറ്റത്തില്ല ഇവിടെ. ഇത് ഇട്ടുവ പഞ്ചായത്തിലെ മലപ്പൂർ 1-ാം വാർഡാണ്. മെയിൻ റോഡ്. ഞങ്ങളിപ്പം ഇവിടുന്ന് കുഴിയം ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡായത്. കഴിഞ്ഞ 2 വർഷമായി ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ റോഡിൻ്റെ പണി തീർന്നിട്ടില്ല. എല്ലാവരും വളരെ ബുദ്ധിമുട്ടില്ല. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഒരൊറ്റ വണ്ടി ഇതിലെ കൂടെ പോകാൻ ഒക്കത്തില്ലായിരുന്നു. എല്ലാവരും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നേരത്തെ എല്ലാം പൊടിയുടെ ശല്യമായിരുന്നു. ഞങ്ങളുടെ വീട് എല്ലാവരും ആശുപത്രിയില്ല. നല്ല കോൺക്രീറ്റ് ആയിട്ട് കിടന്ന സ്ഥലമായിരുന്നു. കോൺക്രീറ്റ് പണി തുടങ്ങുന്നതിന് മുമ്പിട്ട് അതങ്ങ് ഇളക്കി മാറ്റി എവിടെയോ കൊണ്ടിട്ട് അതിപ്പോ കാട് കയറി കിടക്കുന്നു. ഈ സ്ഥലം ഇപ്പം ഗതാഗത യോഗ്യമേ അല്ല. അധികൃത അനാസ്ഥയാണ് ഇതിന് മെയിൻ കാരണം. പൈസ മൊത്തം അനുവദിച്ച് അത് എന്തോ ചെയ്തെന്നോ എങ്ങനെ അതുകൊണ്ട് ഈ റോഡ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി തരണം. 2021 ജൂലൈ 6-ാം തീയതി പണി തീർക്കുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചത്. പിന്നെ 2 വർഷമായി വന്ന് കുത്തി വീടിന്റെ അമ്പലങ്ങളിൽ പോകാനൊക്കത്തില്ല. ഉള്ള വീതിക്കുള്ള റോഡ് ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രം മതി. ആർക്കും അതിനും പൊളിക്കുന്നില്ല. മെയിൻ റോഡ് പോവുകയാണ്. ചുമ്മാ സ്കൂൾ ബസ്സുകൾ ഇതിലേ പോകുന്ന റോഡാണ്. ബസ്സുകൾ എങ്ങനെ പോകുന്ന തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഓടിക്കത്തില്ല. വ്യക്തിയെ കൊണ്ടുപോകാൻ നോക്കുവോ? തെന്നി അടിച്ച് തിരിച്ചിങ്ങ് പോരും. നല്ല കോൺക്രീറ്റ് കിടന്നതാ ഇളക്കിയിട്ട് ഒട്ടും പോകാൻ പറ്റാത്ത ഒട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണം. വാർഡ് മെമ്പറും ശരിയല്ല. വാർഡ് മെമ്പർ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ റോഡ് ശരിയാക്കിയേനെ. ഇത് പൊടിച്ചിട്ടാണ് ഇവിടുത്തെ മഴക്കാലത്തിൽ ആർക്കും ഇതിലെ പോകാൻ ഒട്ടും പറ്റത്തില്ല. ഉപരോധിക്കുക തന്നെ ചെയ്യും. ഒരു ഉത്തരവാദിത്വം ഇല്ല. സ്കൂൾ ബസ്സുകൾ പോവത്തില്ല ഇതിലേ കൂടെ. കാരണം സ്കൂളുകാർ പറയുന്നത് നമ്മുടെ പിള്ളേർ എങ്ങനെ സ്കൂളിൽ പോകും അത് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ കോൺക്രീറ്റ് കിടന്ന ഒരു റോഡാണ്. ആ കോൺക്രീറ്റ് കിടന്ന റോഡ് അത് പൊളിച്ചിട്ടാണ് അത് വീണ്ടും അവർ മണ്ണിട്ടത്. അപ്പൊ വീണ്ടും കഷ്ടത്തിലാണ്. സ്കൂൾ ബസ് ഇവിടെ കയറത്തില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ജൂൺ തുറക്കുന്നതിന് മുമ്പ് ഇത് ശരിയാക്കേണ്ടതായിരുന്നു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. പക്ഷെ ഇതിപ്പോ ജൂൺ ആയിക്കഴിഞ്ഞ്. ഇപ്പൊ ഇനി ഈ മഴ സമയം തുടങ്ങി. ഈ പിള്ളേരുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കണം. അവർക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഒരു ഓട്ടോറിക്ഷ പോലും നമുക്കിടെ വീട്ടിലോട്ട് വരാൻ മലപ്പേരിലോട്ട് ആര് വിളിച്ചാലും അവര് വരത്തില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി ഞങ്ങൾ പോകാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഇത്രയും നാൾ അവസ്ഥയിൽ ഈ റോഡ് ഇങ്ങനെ ഇട്ടേക്കുന്ന പിന്നെ ഓടിച്ചു വന്ന് കാറിട്ടിട്ട് രണ്ടിന്റെ മഴ വരുമ്പോ ഒളിഞ്ഞു പോകാനുള്ളതല്ല ഇത്. അല്ല മഴ പെയ്യുമ്പോ ഇളവിയാ
മേളിൽ നിന്ന് വരുന്ന വെള്ളം ഇതുവഴി തന്നെ മെയിൻ റോഡിലുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് അവിടെ റോഡ് പണിഞ്ഞോണ്ട് ആ വെള്ളം ഇങ്ങോട്ട് ഒന്ന് ഈ റോഡ് ഇല്ലെന്ന് വെക്കണം. അല്ല അതാ വേണ്ടുന്നത്, അല്ലെങ്കിൽ ഈ റോഡ് വേണ്ടാന്ന് വെക്കണം. റോഡ് വേണ്ട, മെയിൻ റോഡാ. 10-15 സ്കൂൾ ബസ്സുകൾ പോകുന്ന റോഡാണ്. 5 വർഷം കൊണ്ട് ഇത് നമ്മുടെ വീട്ടിനകത്ത് കൂടെ മറിയുക. 5 വർഷം കൊണ്ട് ഇതിലെല്ലാം ശരിയായി കിടക്കുക. റോഡിൽ കൂടെ പാനൊക്കെയാൽ ബസ് പോലും അല്ല ആട്ടോ പോലും പാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തെന്നി അടിച്ചിട്ട് വീഴുന്നുണ്ട്. റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഇതിലേക്കൂടെ എത്ര പേര് വീണിട്ടുണ്ട്, ഒരുപാട് പേര് വീണിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് ശരിയാക്കണം ഉള്ള താല്പര്യത്തിൽ ഞങ്ങൾ പറയുക. ഞാൻ ഇട്ടോ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ റോഡ് 15 വർഷമായിട്ട് യാത്രായോഗ്യം അല്ല. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ റോഡ് വരുന്നതും പോകുന്നതും. പല അപകടങ്ങളും ഞങ്ങളുടെ വാഹനത്തിൽ പലരും വീണ് കൈയും കാലും ഒടിയുകയും പല ബുദ്ധിമുട്ടുകളുണ്ട്. മഴക്കാലത്ത് യാതൊരു കാരണത്താലും ഞങ്ങൾക്ക് ഈ 1-ാം വാർഡിലോട്ട് കയറി വരാനോ പോകാനോ വയ്യാത്തതാണ്. ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷം തുടങ്ങി. ഇതുവരെയും ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ റോഡ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡ് ഈ ഒരു ഭാഗത്തൂടെ ഞങ്ങൾക്ക് 1-ാം വാർഡിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനോ ആയൂർ സിറ്റിയിലോട്ട് പോയി വാങ്ങാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ് റോഡാണെന്ന് പറയാം. ഒരു പാർട്ടിക്കാരോ ഒരു ഗവൺമെൻറ്റോ സർക്കാർ തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടെ MLA ഉണ്ട്, ഇവിടെ ഈ ഞങ്ങളുടെ ഈ മണ്ഡലത്തെ മന്ത്രിയുണ്ട്, MP ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം. ഇട്ടുവ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡാണ് റോഡാണിത്. വളരെ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർഡാണ്. കൊച്ചുങ്ങളും കുഞ്ഞിയും 1-ാം തീയതി തൊട്ട് സ്കൂൾ വണ്ടികൾ വരുന്നത്. സ്കൂൾ വണ്ടിയൊക്കെ പോകാനോ ഈ സ്കൂളിൽ പുറത്തോട്ട് സ്കൂളുകളിലോട്ട് പോകാനോ ഒരു 15 സ്കൂൾ വണ്ടികളോളം വരും. ഒരു കാരണത്താലും കൊച്ചുങ്ങളെ കൊണ്ടുപോയി സ്കൂളിൽ വിടാൻ ഒക്കത്തില്ല. നടന്ന് വീണും ഒക്കെ കൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നതും വരുന്നതുമൊക്കെ. വളരെ ബുദ്ധിമുട്ടും സഹിച്ച് ഒരു 4-5 വർഷം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാരണത്താലും ഞങ്ങൾക്ക് ഈ റോഡിൽ നിന്ന് പുറത്തോട്ടോ സിറ്റിയിലോട്ടോ എന്തെങ്കിലും വാങ്ങാനോ എടുക്കാനോ ഒരു ആശുപത്രി പോകാനോ വയ്യാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾക്കിത് റോഡ് നന്നാക്കി റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾ വളരെ ദയാപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. റോഡിന്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു 5 വർഷം കൊണ്ട് റോഡ് ഇപ്പം പണിയുന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കൊതിപ്പിക്കുന്നതല്ലാതെ ഒരു ഇതും അവരെ ഒരു ഭാഗത്തു നിന്നും ഒന്നും ഞങ്ങൾ കാണുന്നില്ല. ഇപ്പം തന്നെ ഈ ഉണക്ക സമയത്ത് ഇവിടെ ഈ റോഡ് സൈഡിൽ പൊടി തിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ സഹിച്ചാൽ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു വണ്ടി ഇവിടുന്ന് പോകണമെങ്കിൽ ഈ ഞങ്ങളുടെ ഈ 1-ാം വാർഡിൽ ഒരു റോഡിലോട്ട് ഒരു വണ്ടി പോയി ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോകാനോ ഞങ്ങൾക്കിപ്പം പറ്റുന്നില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഞങ്ങൾക്കൊരു സാധനങ്ങൾ വാങ്ങിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. ഇപ്പം തന്നെ എനിക്കാണെങ്കിൽ സുഖമില്ല. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അതുകൊണ്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി റോഡിൻ്റെ വിഷയത്തിൽ. ഈ ആദ്യത്തെ ഒരു മഴയ്ക്ക് എൻ്റെ മോനാണെങ്കിൽ അവിടെ ആ കണ്ണാത്ത് തേരി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ കാർ അവിടെ അങ്ങ് പൊടിക്കകത്ത് രാത്രിയിൽ 12-1 മണി വരെ ഞങ്ങൾ കിടന്ന് പെരും മഴയത്ത് കഷ്ടപ്പെട്ട് ആരുമില്ല. എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ഞങ്ങൾ ആ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്നറിയാമോ. ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ദേശത്ത് ഈ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തരണം. ഇതാ ഞങ്ങളുടെ അപേക്ഷ. റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയെപ്പോഴും. അതായത് നടന്നു പോകാനൊക്കത്തില്ല, ഒരു വാഹനം യൂസ് ചെയ്യാനൊക്കത്തില്ല. ഇവൻ ആയൂർ എന്നൊരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണ്. നാളുകളായി തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. നേരത്തെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നിൽക്കുന്നു കുറച്ചൊക്കെ സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. പൊളിച്ചു കഴിഞ്ഞപ്പം നമുക്ക് അല്പം പോലും യാത്ര ചെയ്യാനൊക്കത്തില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ ഒക്കത്തുള്ളൂ. അത് മലപ്പൂർ പ്രദേശം തുടങ്ങിയിട്ട് നമ്മുടെ തലയാറ്റ് ഭാഗം തുടങ്ങിയ റോഡിനെല്ലാം അവസ്ഥ ഇതാണ്. അതുമാത്രമല്ല നമുക്കല്ലാതെ ഒരു ആൾട്ടർനേറ്റീവ് വഴി ഉണ്ടായിരുന്നു, കോഴിപ്പാലം വഴി വരുന്നതാണ്. അതുപോലും ഇപ്പം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. ചുരുക്കം പറഞ്ഞാൽ മലപ്പൂർ ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അതിന് തീർത്തും ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ റോഡിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ മാറ്റി തികച്ചും ടാറിട്ട നല്ല റോഡ് ഉണ്ടാകേണ്ടത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. നമ്മുടെ ജനങ്ങളുടെ സഞ്ചാരത്തിന് ആവശ്യമാണ്. ഒരു പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ട് നമുക്കൊരു ആശുപത്രി കേസ് വന്നാൽ ഒരു വണ്ടി വിളിച്ചാൽ പോകാനോടൊക്കത്തില്ല. അത് സ്വന്തം വണ്ടി ഉള്ളവർക്ക് പോലും അത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്.
അപ്പോൾ ഇതിനൊരു എന്താ പറയുക ഒരു തികച്ചും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. നമുക്ക് നല്ല റോഡുകൾ ഉണ്ടാകണം. അതിന് ഉന്നത അധികാരികളിൽ നിന്നും ശക്തമായ നടപടികളും നേതൃത്വം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എത്രയോ വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്തെല്ലാം ആരെല്ലാം പാർട്ടികൾ മാറിയും തിരിഞ്ഞും വന്നാലും ശരി ഇതിനൊരു മാറ്റവും ഇല്ല. നല്ല റോഡായി കിടന്നതാണ്, പക്ഷേ ആ കോൺക്രീറ്റ് വലിച്ചിളക്കിയതാണ് ഇത്ര കുഴപ്പം. ദിവസം ഒരു 7-8 സ്കൂട്ടറുകാരെങ്കിലും അത് വീണുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു സ്കൂൾ ബസ് വന്നണക്കെ അത് ലാസ്റ്റ് കെട്ടി വലിച്ചാണ് മേളിൽ കയറ്റിയത്. അങ്ങനെ ഭയങ്കരമായ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. മലപ്പേരൂർ മഞ്ഞപ്പാറ എന്നുള്ള റോഡിൽ നിന്ന് കോട്ടിക്കൽ റോഡിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഒരു സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നിർമ്മാണത്തിന് ആരംഭിച്ചത്. പക്ഷേ ഇതുവരെ ഇത്രയും നാളിതുവരെ ആയിട്ട് ഈ റോഡ് ഒരു അപകടാവസ്ഥയിൽ നിന്ന് സഞ്ചരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ തുറക്കുകയാണ്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിനോ സ്കൂൾ ബസ് എത്തുന്നതിനോ വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണിത്. എത്രയും പെട്ടെന്ന് ഇത് റോഡ് സഞ്ചാരയോഗ്യമാക്കി കിട്ടണമെന്നാണ് നാട്ടുകാരുടെയും ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം. ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുവാറാകണമെന്ന് അപേക്ഷിക്കും. പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന എന്നുള്ള സ്കീമിൽ പെടുത്തിയതാണ് ഈ റോഡ്. ഇതിപ്പം 4 വർഷമായി ഇതിൻ്റെ ജോലി തുടങ്ങിയിട്ട്. ഈ റോഡ് ഇത് ഫോർമേഷൻ വർക്ക് തുടങ്ങിയേക്കുന്ന ലെവലിംഗ് ഇല്ല, കട്ടിങ് ഇല്ല, യാതൊരു രീതിയിലും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ള കുറച്ച് വസ്തു ഉടമകളുടെ വസ്തു എടുത്ത് അവിടെ നിന്നുള്ള മണ്ണെടുത്ത് അവർക്ക് തോന്നിയിടത്ത് കൊണ്ട് ഇട്ട് പോയതല്ലാതെ യഥാർത്ഥത്തിൽ റോഡ് ഫോർമേഷൻ വർക്ക് ഉള്ള രീതിയിൽ യാതൊന്നും ചെയ്യാതെയും സൈഡ് റീറ്റെയിനിങ് വാള് കെട്ടാതെയും റോഡ് ലെവലാക്കാതെയും ഉള്ള വർക്കാണ് ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഒരു വണ്ടി പോലും പോകാനൊക്കാത്ത രീതിയിൽ ഇവിടെ ദുർഘടമായ അവസ്ഥയിലാണ്. 4 വർഷമായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന എവിടെ എത്തി എന്നുള്ളത് ചെയ്തവർക്കും അറിഞ്ഞൂടാ, ചെയ്യിക്കാൻ വന്നവർക്കും അറിഞ്ഞൂടാ. പഞ്ചായത്തിന് അറിയാമോ എന്നുള്ളത് പഞ്ചായത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ അറിയാനൊക്കൂ. ഈ ഒരു ദുർഘടാവസ്ഥയിൽ നിന്ന് മോചനം നേടണമെന്നാണ് ഞങ്ങൾ പൊതുജനങ്ങളായ ഞങ്ങളുടെ ആവശ്യം. ഒരു 3 വർഷം കൊണ്ട് ഇങ്ങനെ മണ്ണ് ഇട്ട് ഇങ്ങനെ റോഡിൻ്റെ പണി ഉടനെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പം അധികാരികളാരും വരുന്നതുമില്ല, നോക്കുന്നതുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം കുറേ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടേക്കുവാണ്. അപ്പം ഞങ്ങളെ മതിലിന് കേടുവരുന്ന രീതിക്കാണ് ഈ മണ്ണ് കൊണ്ടിട്ടേക്കുന്നത്. ആരും വരുന്നതുമില്ല, നോക്കുന്നതുമില്ല. ഇനി വലിയ മഴ വരുന്ന സമയത്ത് ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. ഞങ്ങളെ മതിലിനാണ് ഇതിൻ്റെ കുഴപ്പം. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്. ഇത് മറ്റുള്ള അധികാരികളോ മെമ്പറോ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഈ മണ്ണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മതിലിന് വല്ല കുഴപ്പം വരുമെന്ന് പറയാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്. വണ്ടിയൊക്കെ പോകാനും വണ്ടികളിലൂടെ തിരിക്കാനും എല്ലാം ബുദ്ധിമുട്ടിലാണ്. എല്ലാ ജനങ്ങളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് പ്രായമുള്ളൊരു വ്യക്തിയാണ്. ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ റോഡ് ഇങ്ങനെ വലിച്ചു പൊളിച്ചിട്ട് ഇപ്പോൾ സാധാരണ വാഹനങ്ങൾ വരുന്ന ഒരു വഴിയായിരുന്നു. അതുള്ള കോൺക്രീറ്റ് എല്ലാം വലിച്ചിളക്കി അവരിങ്ങനെ ഇതാക്കി ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ മക്കളെ കല്യാണത്തിന് തന്നെ എനിക്ക് ഒരുപാട് ചിലവായി. പക്ഷെ വാഹനം വരത്തില്ല. പിന്നെ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് നടത്തിച്ച് കോഴിപ്പാലത്തിലും മലപ്പേരൂരിലും കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ചില അസുഖങ്ങളൊക്കെ വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. വളരെയധികം പ്രയാസങ്ങളാണ്. ഒരുപാട് നാളായി ഈ റോഡ് ഇങ്ങനെ വലിച്ചു പൊളിച്ചിട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതികരിക്കാതെ ആരുടെ മെമ്പറുടെ പറയും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറയും. അപ്പോൾ അവർ പറയും ഉടനെ ആവും, മറ്റേതാവും, ഇതാവും പറയുന്നതല്ലാതെ യാതൊരു പുരോഗമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇതുവരെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇത്രയും മോശമായൊരു യാത്രാ സൗകര്യമില്ലാത്തൊരു സ്ഥലം വേറെ ഉണ്ടോയെന്നൊന്നും അറിയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവിടെ. അതിന് എല്ലാവരോടും ഒരു പരിഹാരം കണ്ടാൽ വളരെ ഉപകാരമാണ്. ഞങ്ങൾക്ക് പരാതിയോ പരിഭവങ്ങളോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതൊരു അത്യാവശ്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള. വളരെയധികം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ട്. അപ്പോൾ അത് കണക്കിലെടുത്ത് ഇനിയെങ്കിലും ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കാൻ മേലിൽ നിന്നൊരു ഇതുണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. 2 വർഷത്തിൽ കൂടുതലായി ഈ ഒരു റോഡ് ഈ അവസ്ഥയിലായിട്ട്.
ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതായത് ഇതിലെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരുടെ നടുവൊക്കെ ഇനി എവിടെ കൊണ്ട് ശരിയാക്കണമെന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ തെറ്റി വീഴും, ഉണക്കായി കഴിഞ്ഞാൽ പൊടിയടിച്ച് അലർജി ഉണ്ടാകും. ഇത് ആശുപത്രിക്കാർക്ക് ഉപയോഗമല്ലാതെ ഈ നാട്ടുകാർക്ക് ഈ റോഡ് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. ഇവിടെ ആർക്കും റോഡുകൾ വേണ്ടാത്തതാണോ, ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രശ്നങ്ങൾ എന്നൊന്നും യാതൊരു അറിവും നമുക്ക് ലഭിക്കുന്നില്ല. നാളെ നീളെ എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഇവിടെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുവിധം നന്നായിട്ട് കിടന്ന കോൺക്രീറ്റുകൾ വലിച്ചടക്കുകയും അതിനകത്ത് ഉണ്ടായിരുന്ന പാറകൾ പോലും ഇപ്പോൾ കാണാനില്ല. അതിലെ ഒരു യാത്ര ചെയ്തു വരുന്ന ഇവിടെ നൂറുകണക്കിന് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവർക്കെല്ലാം 2 വീലർ തന്നെയാണ് ആശ്രയിക്കുന്നത്. നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ ഈ റോഡിലൂടെ യാത്ര ചെയ്യും എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇതിന് ആരാണ് മറുപടി പറയേണ്ടതെന്നറിയില്ല. എന്നോ തീർന്നേക്കാവുന്ന ഒരു ബോർഡ് പോലും നമ്മൾ ആ ഇറങ്ങി വരുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും വളരെ ദുസ്സഹമാണ്. എത്രയും പെട്ടെന്ന് ഇത് ഇവിടുത്തെ ഭരണാധികാരികളുടെ അടുത്തെത്തുകയും ഇതിന് തീർച്ചയായും ഒരു തീർപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ ഇതിനെക്കുറിച്ച് എതിർക്കാതെ വളരെ സമാധാനത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ആരും പ്രതികരിക്കാത്തത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കേണ്ടവരല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് ആരും ആരോടും ഒന്നും പറയാത്തത്. സ്വാഭാവികമായി നിങ്ങളുടെ ഈ ഒരു ചോദ്യം വളരെയേറെ അവസരോചിതമാണ്. ഞാനത് അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5.5 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് ഇതേപോലെ വരുന്നതിനെ പറ്റിയ ഒരു ആശയം അന്ന് ത്രാങ്ങോട് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് VT ശിബിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെല്ലാം ഇവിടെ ആലോചിച്ചു. അപ്പോൾ അത് കുഴിയത്തുനിന്ന് തുടങ്ങി തലയാറ്റ്, താന്നിവിള, മേവറം, നൂലപ്പണ, മുരലൂർ ക്ഷേത്രം വഴി ആനപ്പുഴയ്ക്കിലെത്തുന്ന ഏകദേശം 5.25 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. എന്തുകൊണ്ട് ഈ റോഡ് അങ്ങനെ എടുത്തു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്, അവികസിതമായ ഒരു മേഖല. ഗവൺമെന്റുകളുടെ ഒരു പദ്ധതികളും നാളിതുവരെ റോഡ് വികസനവുമായി ഈ മേഖലകൾ കടന്നു വന്നിട്ടില്ല. അതിന് വിപരീതമായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെതായ ചെറിയ ചെറിയ വർക്കുകളാണ് അവിടെ നടന്ന്, കോൺക്രീറ്റ് വർക്കുകൾ നടന്ന് അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം കവർ ചെയ്ത് ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂലപ്പണ പാലം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഏകദേശം 10 വർഷത്തിലധികമായി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. പക്ഷേ അതിന് അപ്രോച്ച് റോഡില്ലായിരുന്നു. ഒരു സൈഡിലോട്ട് മാത്രമേ ആ പാലത്തിൽ കയറാൻ പറ്റൂ. ബാക്കി ഏകദേശം ഒരു 20 അടിയോളം താഴ്ചയിൽ അഗാധ ഗർത്തമായി മനുഷ്യർക്ക് അതിലെ പോകുവാനും അതിലൊന്ന് കയറുകയും ഇറങ്ങുകയൊക്കെ ആണെങ്കിൽ അവിടെ വലിയ ഏണി വെക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ റോഡ് അതിലേ കടന്നുകൊണ്ട് പോകാനുള്ള ഏറ്റവും വലിയ താല്പര്യം അന്നത്തെ അവിടുത്തെ വാർഡ് മെമ്പർ എടുക്കാനുള്ള കാര്യം ആ പാലം ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു. ഇതുപോലുള്ളൊരു വലിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയല്ലാതെ ആ പാലം നമുക്ക് സഞ്ചാരയോഗ്യമാക്കുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മൂലപ്പണ വഴി ഈ റോഡ് കടത്തിവിട്ടത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ആലോചന തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം ചിലരുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതായത് റൂട്ട് തലയാറ്റും താന്നിവിള ഭാഗം എന്നുള്ളത് മാറ്റി കരിക്കത്തുകളെ കൂടെ നേരെ അങ്ങ് മേവറ ഭാഗത്ത് ചെന്ന് വിടുന്ന ഒരു അലൈൻമെൻ്റാണ്. അതിനുവേണ്ടി അവർ കുറേ ശ്രമിച്ചു, MP-യുമായിട്ട് സമീപിച്ചു. പക്ഷേ ഇത്രയും ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വികസനം അവിടെ വേണ്ട എന്നുള്ള പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനൊരു അനുമതി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി. അപ്പോൾ അത് വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു വീണ്ടും ഈ കൊടുത്ത അംഗീകാരങ്ങളെല്ലാം പുനഃപരിശോധിക്കുന്ന ഒരവസ്ഥ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ അവസ്ഥ
അവസ്ഥയിൽ MP അന്ന് അനുവദിച്ച 13 റോഡുകളിൽ 12 എണ്ണം അനുവദിക്കുകയും നമ്മുടെ കുഴിയം ആനപ്പുഴയ്ക്കൽ റോഡ് നിരസിക്കുകയും ചെയ്തു. അപ്പോൾ നിരസിക്കാനുണ്ടായ കാരണം അന്ന് അവർ സൂചിപ്പിച്ചത് 40% കൂടുതൽ മൺ റോഡ് അതിനകത്തുള്ളത് കൊണ്ടാണ് അത് ഉപേക്ഷിച്ചത്. അപ്പോൾ ആ വാർത്ത കേട്ടുടനെ ഞങ്ങളെല്ലാം വളരെ നിരാശരായി. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയിരുന്ന ഏകദേശം 4-5 കോടിയോളം രൂപ നമ്മുടെ നാട്ടിൽ വിനിയോഗിക്കാൻ പറ്റുന്നൊരു വലിയ പദ്ധതി നമുക്ക് നഷ്ടമായി എന്നുള്ളൊരു വ്യസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ അതിന് വേണ്ട ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നടത്തുകയും അതിൻ്റെ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ഈ റോഡിൻ്റെ വിഷയം മാത്രം പാർലമെൻറ്റിൽ ഒരു ചോദ്യമായി MP ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യപരമായ ഇടപെടൽ കൊണ്ട് നമുക്ക് അതിൻ്റെ അനുമതി രണ്ടാമത് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത് അനുമതി ലഭിച്ചതിന് ശേഷം അതിൻ്റെ ജില്ലാ പഞ്ചായത്തിനാണ് ഈ വർക്കുകളുടെ എല്ലാം മേൽനോട്ടം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതിൻ്റെ ഉദ്യോഗസ്ഥർ AE ഉൾപ്പെടെ താഴോട്ടുള്ള കോൺട്രാക്ട് എടുത്തവരുൾപ്പെടെ നമ്മുടെ റോഡിന് കൃത്യമായ 6 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് നമുക്ക് പണിയാൻ കഴിയുകയുള്ളൂ. അതിൽ 1 ഇഞ്ചെങ്കിലും എവിടെങ്കിലും കുറഞ്ഞാൽ അവരിതിൻ്റെ ബില്ലുകൾ മാറ്റില്ല, അനുമതി നൽകില്ല. അങ്ങനെ നമ്മൾ സർവേ ആരംഭിച്ച് പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട്. കുഴിയത്തുനിന്ന് തുടങ്ങുന്ന റോഡ് ഏകദേശം 7.5-8 മീറ്റർ, 9 മീറ്റർ, 10 മീറ്ററൊക്കെ പലയിടത്തും. പക്ഷെ പലതും കയ്യേറ്റങ്ങളായി നിൽക്കുകയാണ്. പഴയ ഒരു അലൈൻമെന്റിന്റെ ഭാഗത്തോടു കൂടിയാണ് നമ്മളന്ന് റോഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സർവേയുമായി ബന്ധപ്പെട്ട് അനവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഒരിടത്ത് വിഷയം പരിഹരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അടുത്ത വിഷയം ഉണ്ടാകും. ഞാനത് ഓരോന്നോരോന്ന് എണ്ണി പറയുന്നു. വില്ലേജ് ഓഫീസർ 2 തവണ വന്നു. അവസാനം അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു നമ്മളുമായി ഒരു അല്പം മുഷിഞ്ഞ് തന്നെ അദ്ദേഹം പഴയ വില്ലേജ് ഓഫീസർ മടങ്ങിപ്പോയി. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് നമ്മുടെ താന്നിവിള തൊട്ട് മേവറം മേൽഭാഗം നമ്മൾ ആ റോഡ് ചെന്ന് ചേരുന്ന ആ ഭാഗം വരെയുള്ള മേഖലയിലാണ് വിഷയം വളരെ ദുർഘടമായി നിന്നത്. അതായത് അന്ന് ആ റോഡിന് 3-3.5 മീറ്റർ പോലും വീതിയില്ല. പക്ഷെ അത് 7 മീറ്റർ വരെ 6 മീറ്ററിൽ നിന്ന് കൃത്യമായി എടുക്കണമെന്ന് വന്നപ്പോൾ MPക്ക് പരാതി പോയി, താലൂക്കിൽ പരാതി പോയി. അവിടെ വില്ലേജ് ഓഫീസർ വന്ന് കുറ്റി അടിച്ചപ്പോൾ അദ്ദേഹത്തെ തെറി വിളിച്ചിട്ട് ആ കുറ്റിയെല്ലാം ഊരിക്കളഞ്ഞു. പിന്നെ നമ്മൾ താലൂക്കിൽ പോയി. അങ്ങനെ ആ സർവേ നടത്തി പൂർത്തിയെടുക്കാൻ ഒരു 7-8 മാസം നമുക്ക് സമയം കളയേണ്ടി വന്നു. അന്നെല്ലാം ഈ വർക്ക് വളരെ മന്ദഗതിയിലായി. അവർ ഈ റോഡിൻ്റെ വീതി കൃത്യമായ ഒരു ഭാഗം മാത്രം നന്നാക്കിക്കൊണ്ടിരുന്നൊരവസ്ഥയാണ് അന്ന് വന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് പേരിൽ നിന്ന് നമ്മുടെ ഈ റോഡ് വരുന്നതായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകളുണ്ടായി. അത് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും പല മേഖലയിലും ഈ വീതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. നമ്മുടെ ഈ റോഡ് വൈകുന്നതിന് ഇത് 6 മാസത്തോളം വൈകിപ്പിക്കുന്നതിന് ഇതൊരു വലിയ കാരണമാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ്. ജലജീവൻ മിഷൻ താന്നിവിള മുതൽ ഈ പറയുന്ന മേവറം ഭാഗം വരെ റോഡ് ഒരുപാട് താഴ്ത്തിയെടുത്തപ്പോൾ അവർ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിന് നഷ്ടപരിഹാരമായി ജലജീവൻ മിഷൻ ഈ റോഡ് വർക്കുകാർ കോൺട്രാക്ടർ അവർക്കുള്ള നഷ്ടപരിഹാരം ജലജീവനിൽ അടയ്ക്കുകയും അവരത് റീകോൺട്രാക്റ്റിന് വേണ്ടി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ മുന്നോട്ടുള്ള ടെൻഡറിങ്ങും അതിൻ്റെ എഗ്രിമെൻ്റ് വെപ്പും അവർ വന്ന് ചെയ്യുന്നതുമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി അതിനുണ്ടാകുന്ന ഒരു താമസം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ കുഴിയം തൊട്ട് ക്ഷേത്രം വരെയും പുതിയ പൈപ്പ് ലൈൻ ഇടാനുണ്ട്. ആ ഇടുന്നതിനുമുള്ളൊരു താമസമുണ്ട്. കാര്യം പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞ് റോഡ് പണിഞ്ഞു കഴിഞ്ഞിട്ട് പൈപ്പ് ലൈൻ അവരിടാൻ നിൽക്കത്തില്ല. റോഡുകാരത് സമ്മതിക്കത്തില്ല. കാര്യം 5 വർഷക്കാലം ഈ റോഡ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ റോഡുകാർക്കുള്ളത് കൊണ്ട് പണി കഴിഞ്ഞാൽ ഉടനെ വെട്ടിപ്പൊളിക്കാൻ അവരനുവദിക്കില്ല. അതാണ് ഒരു തർക്കമായി നിൽക്കുന്നത്. പിന്നെ രണ്ടാമതുള്ളൊരു വിഷയം, ഈ കോൺട്രാക്ടർമാർക്ക് ബില്ലുകൾ മാറിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ. മുഴുവൻ മാറിയിട്ടില്ല എന്നുള്ളതല്ല, അവർ വർക്ക് ചെയ്തതിൻ്റെ ആനുപാതികമായി ബില്ലുകൾ മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് ഏകദേശം 1.5-2 മാസക്കാലത്തോളമായി ആ വർക്കുകളിൽ നിന്നെല്ലാം അവരൽപ്പം പിൻവാങ്ങി നിൽക്കുക. ആ കാസർഗോഡുകാരനായ ഈ കോൺട്രാക്ടർക്ക് നമ്മുടെ കിഴുതോണി വാർഡിലും സമാനമായി നമ്മുടെ PMGSYയിൽ ഇതുപോലൊരു റോഡുണ്ട്. കാരാളികോണം മുളയറച്ചാൽ അവിടെ ഒരു റോഡുണ്ട്. അപ്പോൾ ഈ 3 റോഡുകളിലും ബില്ലുകൾ മാറാത്തത് കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം
അദ്ദേഹം ഇത് കുറച്ച് മാറി നിൽക്കുകയാണ് നിലവിലുള്ളത്. അപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആ മൂലപ്പണപ്പാലം അവിടുത്തെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചു. അതായത് റോഡിൻ്റെ ഫോർമേഷൻ 90% കൂടുതൽ കുഴിയം മുതൽ ആനപ്പുഴയ്ക്കൽ വരെ നിലവിൽ അവർ ഫോം ചെയ്ത് സൈഡുകളെല്ലാം എടുത്ത് കെട്ടുകളെല്ലാം പൂർത്തീകരിച്ചു. ഒരുപാട് സ്ഥലത്ത് റോഡ് കെട്ടണമായിരുന്നു, കലുങ്ക് പണിയേണ്ടതുണ്ടായിരുന്നു, അത് പൂർത്തീകരിച്ചു. മൂലപ്പണപ്പാലം അപ്രോച്ച് റോഡ് പണി കഴിപ്പിച്ച് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. അതിലൂടെ ഇപ്പോൾ ഏകദേശം വണ്ടികൾ ഓടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ആ മൂലപ്പണപ്പാലം ഗതാഗത യോഗ്യമാക്കി എന്നുള്ളതാണ് ഈ വർക്ക്, ഈ റോഡിൻ്റെ പണി വന്നതിൽ നിന്ന് നമുക്ക് വന്ന ഏറ്റവും വലിയ ഗുണമായിട്ടുള്ളത്. അപ്പോൾ ഈ വൈകല്യങ്ങൾ കൊണ്ടാണ് സ്വാഭാവികമായും ഈ പണി ഇങ്ങനെ പോകുന്നതും യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങൾ ഇത്രയുമാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ വിവരാവകാശം വെച്ച് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ കൂടി റിസൾട്ട് വരുമ്പോൾ, അതിൻ്റെ ഒരു മറുപടി കൂടി ലഭിക്കുമ്പോൾ കുറച്ചുകൂടി ഇത് യാഥാർത്ഥ്യബോധവുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ അതുമായി സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും കാലതാമസം ഇത്രയും ഉണ്ടായി, ജനങ്ങൾക്ക് അതീവ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ലാഗിങ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടാനുള്ളതിൻ്റെ പരമാവധി ഞാനും എംപിയും ഞങ്ങളുടെ പാർട്ടിക്കാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്തായാലും പരിപൂർണമായി പണി പൂർത്തീകരിച്ച് ഒഴിവാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇത്രയും ഈ റോഡിനെ പറ്റി എൻ്റെ അറിവിൽ എനിക്കുള്ള കാര്യങ്ങൾ. അത് മനസ്സിലാക്കുക.